അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകൻ കല്യാണം കഴിച്ച് കൊണ്ടുവന്ന നമ്മുടെ മരുമകൾ ഉണ്ടാകും. നമ്മുടെ മരുമകളല്ല അവൾ, അത് നമ്മുടെ മകളാണ്. നമ്മുടെ മകളെ വിവാഹം കഴിച്ച അവളുടെ ഭർത്താവ് ഉണ്ടാകും. നമ്മൾ പറയും മരുമകൻ. മരുമകനല്ല, അത് മകനാണ്. അങ്ങനെ നമുക്ക് കാണാൻ കഴിയണം. തിരിച്ചും അങ്ങനെ തന്നെയാണ്. ഇത് എൻ്റെ ഭർത്താവിൻ്റെ ഉമ്മ അല്ല, ഇത് എൻ്റെ സ്വന്തം ഉമ്മയാണ്. ഇത് എൻ്റെ ഭാര്യയുടെ ഉമ്മയല്ല, വാപ്പയല്ല, മാതാപിതാക്കളല്ല, ഇത് എൻ്റെ സ്വന്തം ഉമ്മയും ബാപ്പയുമാണ് എന്ന് അറിയാൻ വേണ്ടി ഓരോരുത്തർക്കും കഴിയണം. പരിശുദ്ധമായ ഇസ്ലാമിൽ നമ്മൾ വിവാഹം കഴിച്ചിട്ട് മരുമകൾ അല്ലെങ്കിൽ നമ്മുടെ മരുമകൻ അത് ഏതെങ്കിലും വിഷയത്തിൽ ത്വലാഖ് ചൊല്ലപ്പെട്ടാലും ആ ഒരു മാതാപിതാക്കളുടെ തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഭർത്താവിൻ്റെ ഉമ്മ, ഭാര്യയുടെ ഉമ്മ എന്നുള്ള ആ ഒരു ഉമ്മ ബന്ധം, വാപ്പ ബന്ധം, മാതാപിതാ ബന്ധം, അതൊരിക്കലും അവിടെ നിന്ന് പിരിയുന്നില്ല. ത്വലാഖ് സംഭവിച്ച് അവർ പിരിഞ്ഞാലും ആ ഒരു മാതാപിതാ ബന്ധം അവിടുന്ന് ഒരിക്കലും തന്നെ പിരിയുന്നില്ല. നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത്, എൻ്റെ അറിവിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരിയുടെ ഒരു അനുഭവം വളരെ വിഷമത്തോടു കൂടെ അവൻ പറയുകയുണ്ടായി. വിവാഹം കഴിഞ്ഞിട്ട് 12 വർഷം കഴിഞ്ഞു. വിവാഹത്തിൻ്റെ അവരെല്ലാവരും വന്നു പറ്റി, വളരെ റാഹത്തായിട്ട് അവർ പോയി. ഇവർ വന്നു പറ്റി വിവാഹത്തിൻ്റെ ഒരു 3 ദിവസമായേക്ക് ഈ പെൺകുട്ടിക്ക് സുഖമില്ലാതാവുകയാണ്. കിടന്ന കിടപ്പിലാണ് കിടക്കുന്നത്. ഭക്ഷണം വരെ ആ റൂമിൽ കൊണ്ടുപോയിട്ട് വാരിക്കൊടുക്കേണ്ട അവസ്ഥയാണ് ഉണ്ടായത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ പറയുന്നത് കേട്ടപ്പോൾ വളരെ സങ്കടമാണ് തോന്നിയത്. ഈ പ്രിയപ്പെട്ട പെൺകുട്ടിക്ക് ഭക്ഷണം വാരിക്കൊടുക്കണം. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് മാറുന്നില്ല. അവസാനം ഏതൊരു ഉസ്താദിൻ്റെ അടുത്ത് പോയി എൻ്റെ പ്രിയമുള്ളവരെ സുഖമാവുകയും ചെയ്തു. വളരെ വേദനിക്കുന്ന ഒരു രംഗം. വിവാഹത്തിൻ്റെ അന്ന് പോലും വളരെ പ്രയാസം. കുടുംബക്കാരെല്ലാവരും പറഞ്ഞു അത്ര നമുക്ക് ഈ വിവാഹത്തിൻ്റെ ഡേറ്റ് മാറ്റാം, ഇവർക്കിങ്ങനെ സുഖമില്ലാതെ പ്രയാസത്തിലാകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഒരു വിവാഹത്തിന് നമുക്ക് കഴിയുന്നത്, ഇങ്ങനെയൊക്കെ അവർ കുടുംബക്കാരെല്ലാവരും സംസാരിച്ചു അത്രേ. പക്ഷേ എൻ്റെ പ്രിയമുള്ളവരെ, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഏതായാലും നിശ്ചയിച്ച ഡേറ്റിൽ തന്നെ വിവാഹം കഴിഞ്ഞു. അവർക്ക് അവരുടെ വീട്ടിലേക്ക്, ഭർത്താവിൻ്റെ വീട്ടിലേക്ക് എത്തിയപ്പോൾ വീണ്ടും സുഖമില്ലാതാവുന്നു. ആ പ്രിയപ്പെട്ട ഭാര്യ, ആ പെണ്ണ് തൻ്റെ ഭർത്താവിലേക്ക് അടുക്കുമ്പോഴേക്കും എൻ്റെ പ്രിയമുള്ളവരെ അവർക്ക് സുഖമില്ലാതെയാകുന്നു. സത്യം പറഞ്ഞാൽ ഒരു മാരണം ആരോ ചെയ്ത് അവിടുന്ന് പ്രയാസപ്പെടുത്തുന്നത് പോലെ. പിന്നീട് ഭർത്താവിൻ്റെ ഉമ്മയ്ക്ക് ഈ മരുമകൾ പോരാ എന്നുള്ളൊരു തോന്നൽ. അവൾക്ക് മാനസികമാണ്, അവൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞ് ഒരു മാറ്റി നിർത്തൽ, സംസാരത്തിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തൽ. ആ പെൺകുട്ടി ആകെ പ്രയാസപ്പെട്ടു. പടച്ച റബ്ബേ, ആ പെൺകുട്ടി തൻ്റെ വീട്ടിൽ 1 വർഷത്തോളം ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും സഹായമില്ലാതെ നിന്നു. അവസാനം വർഷങ്ങൾ കടന്നു. എൻ്റെ പ്രിയമുള്ളവരെ, എങ്ങനെയൊക്കെയോ ആ പ്രിയപ്പെട്ട സഹോദരൻ വീണ്ടും ഒരു മാനസാന്തരം സംഭവിച്ചു. ആ പ്രിയപ്പെട്ട സഹോദരിയെ വീണ്ടും ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകൂല എന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നിച്ചു. ഇത് ഭർത്താവിൻ്റെ വീട്ടിൽ അറിയുന്നില്ല, ആ ഉമ്മ ഇതറിയുന്നില്ല. ഈ വിവരം ഉമ്മ വീണ്ടും അറിഞ്ഞപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മക്ക് ഇത് വല്ലാത്ത വേദനയായി. ആ ഉമ്മ വീണ്ടും ഇവരെ ശകാരിക്കാൻ തുടങ്ങിയത്രേ. പടച്ച റബ്ബേ, വീണ്ടും ഇവർക്ക് എന്തൊക്കെ അസുഖങ്ങളും മറ്റുമൊക്കെ ക്ഷീണങ്ങൾ വരാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നിയ ഒരു കാഴ്ചയും സങ്കടം തോന്നിയ കഥയുമാണ്. ഇന്നും വളരെ പ്രശ്നത്തിലാണ്, പ്രയാസത്തിലാണ്. 2 കുട്ടികളായി, ഗർഭിണിയായി. ആ സമയത്തൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ. ആ ഭർത്താവ് പറയാത്തരെ ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് ഇത് എൻ്റെ കുട്ടിയല്ല എന്ന് വരെ പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ആ പ്രിയപ്പെട്ട സഹോദരൻ കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി. എൻ്റെ പ്രിയമുള്ളവർ, ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ വളരെ സങ്കടം തോന്നുന്നുണ്ട്. ഇന്നും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട് എന്ന് അറിയുമ്പോഴാണ്, നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഈ ദുനിയാവിനെ കുറിച്ച്, മനുഷ്യനെ കുറിച്ച്, മനുഷ്യൻ്റെ ഹൃദയത്തെക്കുറിച്ച് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത്രയ്ക്കും മോശപ്പെട്ട ആളുകളോ, ഇത്രയ്ക്കും മോശപ്പെട്ട ചിന്തയുള്ളവരോ, പ്രവർത്തനങ്ങളുള്ളവരോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെ, മരുമക്കളെ, ബന്ധപ്പെട്ടവർ എല്ലാവരെയും അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. 12 വർഷമായിട്ട് ഇന്നും ആ പെൺകുട്ടി ജീവിക്കുന്നത്. 2 കുട്ടികളായിട്ടുണ്ട്. ഇന്നും ആ കുട്ടിയുടെ പെണ്ണിൻ്റെ വീട്ടിലാണ്.
ഭർത്താവിന് ചിലപ്പോൾ വന്ന് കാണാൻ പോലും ആ ഉമ്മ അനുവദിക്കുന്നില്ല, സ്വന്തം ഉമ്മ അനുവദിക്കുന്നില്ല. ഉമ്മയ്ക്ക് ആ സ്വർണം മുഴുവനും 40 പവനോളം ആ പ്രിയപ്പെട്ട സഹോദരിക്ക് കൊടുത്തിട്ടുണ്ടത്രേ. അത് മുഴുവനും അവര് ഭർത്താവിൻ്റെ വീട്ടുകാരെടുത്തിട്ടുണ്ടത്രേ. പടച്ച റബ്ബേ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പൊ സമ്പത്താണോ ആവശ്യം? പെണ്ണിന് ആവശ്യമില്ലേ? ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് കിട്ടുന്ന പെണ്ണ് തന്നെയാണ് ഏറ്റവും വലിയ സമ്പത്ത്. അവരുടെ സ്വർണ്ണമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, കിട്ടുന്ന സ്ത്രീധനങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടിയെ നമ്മുടെ വീട്ടിലേക്ക് കൊടുന്നു വിടുമ്പോൾ അവളുടെ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടി, എൻ്റെ മകളുടെ കല്യാണമാണ്, എൻ്റെ മകൾക്ക് ഇങ്ങനെ ഒരു വിവാഹ ജീവിതം, ഒരു പുതിയ ജീവിതത്തിലേക്ക് കടക്കാൻ, ഇത് പറയുമ്പോൾ പാവപ്പെട്ട ആളുകളല്ലേ എന്ന് വിചാരിച്ച് പാവങ്ങൾ എല്ലാവരും കൊടുന്നു കൊടുക്കും. ഈ പ്രിയപ്പെട്ട വാപ്പ ഒറ്റ മകളേ ഉള്ളൂ. ഈ മകൾക്ക് വേണ്ടിയിട്ട് സ്ഥലം വിറ്റിട്ട് തൻ്റെ പ്രിയപ്പെട്ട വാപ്പ മകളെ കെട്ടിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് ഈ അവസ്ഥയാണുള്ളത്. 12 വർഷമായിട്ട് 2 കുട്ടികളായിട്ട് ഇന്നും ഒരു മാറ്റവും അവർക്കില്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. എത്രത്തോളമാണ് ആ കുടുംബത്തിൻ്റെ അവസ്ഥ, ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താണ്, എത്രത്തോളം വേദന ആ കുടുംബം അനുഭവിക്കുന്നുണ്ട്. നമുക്ക് മനസ്സിലാകപ്പേര്യങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ. ഇപ്പൊ ഞാൻ അന്വേഷിച്ചു, ഈ പ്രിയപ്പെട്ട ഭർത്താവിന് ആ ഭർത്താവിന് പെങ്ങളുണ്ടോ, ഈ ഉമ്മയ്ക്ക് പെൺകുട്ടികളുണ്ടോ എന്നൊക്കെ അന്വേഷിച്ചു. പെൺകുട്ടികളുണ്ട്. അപ്പൊ അവർക്കത് മനസ്സിലാകുക, അവർക്കെങ്ങാനും ഈ ഒരു ജീവിതം വന്നാലാണ്, ഈ ഒരു അവസ്ഥ വരുമ്പോഴാണ്. അപ്പോഴാണ് ആ മാതാപിതാക്കൾ എത്രത്തോളം, തൻ്റെ മരുമകളുടെ മാതാപിതാക്കൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട്, മകൾ എത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അവർക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. സ്വന്തം ജീവിതത്തിൽ അനുഭവങ്ങൾ വരണം. നമ്മൾ പറയും, പൊതുവെ പറയേണ്ട, ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായാൽ അത് കാണാനും കേൾക്കാനും രസമാണ് അല്ലേ? അവർ പറയുന്നതും അവർ ഓടി നടക്കുന്നതും ചേർന്നൊക്കെ കേൾക്കാൻ നല്ല രസകരം. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അമ്മയ്ക്കാണ് അത് വന്നതെങ്കിൽ, നമ്മുടെ ഉമ്മയ്ക്കാണ് അത് വന്നതെങ്കിൽ, അച്ഛനാണ് ബന്ധപ്പെട്ടവർക്കാണ് വരുന്നതെങ്കിൽ, അപ്പോഴാണ് മറ്റുള്ളവർ ചിരിക്കുന്നതിൻ്റെ വേദന നമുക്കറിയാം, മറ്റുള്ളവർ കളിയാക്കുന്നതിൻ്റെ വേദന നമുക്കറിയാം. മനസ്സിലാക്കണം നമ്മൾ. പക്ഷേ ഇതൊന്നും ചില ആളുകൾ അന്വേഷിക്കുന്നില്ല, അറിയുന്നില്ല എന്നതാണ്. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ അവസ്ഥ. അപ്പം കുട്ടി പൊട്ടിക്കരയാണ്. എന്തിന്? തൻ്റെ ഭർത്താവ്, ഏറെ സ്നേഹിച്ച ഭർത്താവ്, ഒരു പ്രതീക്ഷകളുമായിട്ട്, 100 കണക്കിന് പ്രതീക്ഷകളുമായിട്ട് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഈ പെൺകുട്ടി കയറി വരുമ്പോൾ, ആ പെൺകുട്ടി അവഗണിക്കുന്ന രീതിയിൽ ഭർത്താവിൻ്റെ ഉമ്മ ഇടപെടുമ്പോൾ, ഭർത്താവ് ഉമ്മയുടെ വാക്ക് കേട്ടിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ, റബ്ബേയുള്ള അവസ്ഥ ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഒന്നാലോചിച്ച് നോക്കൂ നിങ്ങൾ. ചെറിയ പ്രായം, ഈ പ്രായത്തിൽ തന്നെ ഇത്രയും വലിയ വിഷമങ്ങൾ. ജീവിതത്തിൽ വിവാഹം കഴിഞ്ഞിട്ട് ഞാൻ സുഖങ്ങൾ അറിഞ്ഞിട്ടില്ല ഉസ്താദെ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞു പോയി. എൻ്റെ പ്രിയമുള്ളവരെ, അല്ലാഹുത്താല നമ്മുടെ മക്കളൊക്കെ അല്ലാഹുത്താല കാത്തിരക്ഷിക്കട്ടെ, അല്ലാഹുത്താല കാത്തിരക്ഷിക്കട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ഒക്കെ മക്കളെ കെട്ടിച്ചു വിട്ട അവിടെ അമ്മായിമ്മയുണ്ട്, ഭർത്താവിൻ്റെ വാപ്പയും ഉമ്മയും സഹോദരൻ, അവർക്കൊക്കെ അല്ലാഹുത്താല നല്ല ബോധം കൊടുക്കട്ടെ, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇന്നും ആ പ്രിയപ്പെട്ട ഭർത്താവ്, ഇപ്പൊ കഴിഞ്ഞ ദിവസം പറയാണ്, അവൾക്ക് സുഖമില്ലാതായ സമയത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ട് വന്നിട്ടില്ല. അവസാനം ഒരുപാട് വിളിച്ച് അവൻ വന്നു വണ്ടിയിൽ കയറിയിട്ട് അവസാനം അവളെ തലക്ക്, ഈ സുഖമില്ലാതെ കിടക്കുക, എന്തൊക്കെ ക്ഷീണങ്ങളാണ്, അവിടെ തലക്കടിച്ചിട്ടാണ് അവന് പോയത്. റബ്ബേ, കേട്ടപ്പോൾ വല്ലാത്തൊരു സങ്കടം. ഈ ഒരു അവസ്ഥയിൽ ഇങ്ങനെ കഴിയുന്ന എത്ര കുടുംബങ്ങളുണ്ടെന്നറിയോ, എത്ര ആളുകളുണ്ടെന്നറിയോ. പഠിച്ചവനെ അപ്പോഴും പറയുന്നത് ഉമ്മയുടെ ആ ഒരു പ്രവർത്തനം, ഇവരൊന്ന് സന്തോഷത്തോടെ നിന്നു ഒന്നിച്ചു എന്നറിഞ്ഞാൽ ആ ഉമ്മയ്ക്കത് പറ്റുന്നില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന്, സമ്പത്താണോ? ഒരു പെൺകുട്ടിയെ കൊണ്ടുവരുമ്പോൾ സമ്പത്താണോ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? നമ്മുടെ പ്രിയപ്പെട്ട മക്കളുടെ നല്ല ഭാവിയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, 12 വർഷമായിട്ട് 2 കുട്ടികളും ഈ പെണ്ണിൻ്റെ വീട്ടിലാണ്. പക്ഷേ ആ ചെറുപ്പക്കാരൻ്റെ അവസ്ഥ ഒന്ന് ആലോചിക്കണ്ട ഉമ്മ. എൻ്റെ മകനൊരു ജീവിതം വേണമെന്ന് ഉമ്മ ആലോചിക്കണ്ടേ? ഇത്ര വർഷമായിട്ട് അവനക്കും വേറൊരു ജീവിതമില്ല. ഈ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒരു ജീവിതമുണ്ടോ? അവരൊന്നിച്ച് റാഹത്തോടെ കഴിയുകയാണെങ്കിൽ അതല്ലേ സന്തോഷമെന്ന് കാണേണ്ട ഉമ്മ തന്നെ സ്വന്തം മകൻ്റെ ജീവിതത്തിൽ നിന്ന് സ്വന്തം കുടുംബത്തെ തകർക്കുന്ന രീതിയാണുള്ളത്. അത് മക്കളും കൂടെ മനസ്സിലാക്കണം, ചെറുപ്പക്കാർ മനസ്സിലാക്കണം. ഉമ്മ അങ്ങനെ പറയുന്നുണ്ടെന്ന് വിചാരിച്ച് ചില ഉമ്മമാർ അങ്ങനെ ഉണ്ടല്ലോ അല്ലെ, മരുമക്കളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ഭർത്താവിൻ്റെ ഭാര്യയുടെ ഉമ്മമാരെ കൊണ്ടും ബാപ്പന്മാരെ കൊണ്ടും പ്രയാസപ്പെടുന്നവരുണ്ട്. ഇവിടെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഭർത്താവ് മനസ്സിലാക്കണം, എൻ്റെ ഭാര്യ എന്താണ്, എൻ്റെ ഭാര്യ എന്തൊക്കെ ചെയ്തു തരുന്നുണ്ട്, എൻ്റെ ഭാര്യ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മ പറയുന്നതിൽ യാഥാർത്ഥ്യങ്ങളുണ്ടോ
എന്ന് ഈ പ്രിയപ്പെട്ട ഭർത്താവിന് മനസ്സിലാക്കാനും അറിയാനും കഴിയണം. അത് അന്വേഷിക്കണം. അതാണ് യഥാർത്ഥത്തിലാണെന്ന് പറയുന്നത്. എന്നിട്ട് ഉമ്മാന്റെ ഭാഗം ക്ലിയർ ആക്കി കൊടുക്കണം. ഉമ്മയ്ക്ക് തെറ്റിദ്ധാരണകൾ മാറ്റി കൊടുക്കണം. അവൾക്ക് ഇനി ഉമ്മയോട് എന്തെങ്കിലും തെറ്റിദ്ധാരണ അത് മാറ്റി കൊടുക്കണം. ആ രൂപത്തിലാണ് ജീവിക്കേണ്ടത്. അതിനാണ് സൗന്ദര്യമുള്ള ജീവിതം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഇടപെടുന്ന രീതികൾ, അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ യഥാർത്ഥ ഭർത്താവ് നമ്മളായിട്ട് മാറും. അതേപോലെ തന്നെ ഓരോ ഭാര്യമാരും എങ്ങനെയായിരുന്നു റസൂലുള്ളാഹിയോട് ഇടപെട്ടിരുന്നത്, അതിനെക്കുറിച്ച് നമ്മളൊന്ന് പഠിച്ചാൽ യഥാർത്ഥത്തിലുള്ള നല്ലൊരു ഭാര്യയായിട്ട് മാറാൻ കഴിയും. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയായിരുന്നു, എൻ്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ഖദീജ ഉണ്ടായിരുന്നെങ്കിൽ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ എപ്പോഴും അവിടുന്ന് പറയേണ്ടത്, ഖദീജയെ കുറിച്ചിട്ട് റസൂലുള്ളാഹിക്ക് പറയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത ആവേശമാണ്. നമ്മൾ 100 നാവാണ് ഇതിനെക്കുറിച്ച് പറയാൻ നിൽക്കുന്ന പറയില്ലേ, എന്നതുപോലെ തന്നെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് പറയാൻ വല്ലാത്ത ആവേശം. അങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ആ ഒരു ജീവിത ശൈലി ഭാര്യമാര് പഠിക്കണം, ഭർത്താക്കന്മാര് പഠിക്കണം. എൻ്റെ ഭാര്യ എങ്ങനെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ, അതുപോലെ തന്നെ ഒരു ഉമ്മ ഒരു ദിവസം ഇങ്ങനെ സങ്കടം പറഞ്ഞൊരു ഭർത്താവ് മരണപ്പെട്ട് 5 വർഷമായി. ഈ മിനിഞ്ഞാന്ന് ആണ്ട് തികയാണ്, 5 വർഷമാണ്. അപ്പൊ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചു പറഞ്ഞതാണ്. എൻ്റെ പ്രിയമുള്ളവർ, അവിടുന്ന് പറയണം, ഞാനും എൻ്റെ ഭർത്താവും എൻ്റെ എല്ലാ കാര്യത്തിലും സഹകരിച്ച ഒരു ഭർത്താവായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും അല്ലാഹു കൊടുക്കട്ടെ. ഒരു ആക്സിഡന്റിൽ വിദേശത്ത് വെച്ചിട്ടാണ് ആ ചെറുപ്പക്കാരൻ മരിക്കുകയുണ്ടായത്. എൻ്റെ അറിവിലൊരു ഉമ്മയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, പറഞ്ഞു വന്നത്, അപ്പോ ആ ഒരു ഭർത്താവ്, പ്രിയപ്പെട്ടവർ പറയാണ്, എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പാചകം ഉണ്ടാക്കുമ്പോൾ, എന്തെങ്കിലും ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും കുട്ടികളെ കുളിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളുടെ മറ്റു കാര്യങ്ങളിൽ, ഇതിലൊക്കെ എന്നോടൊപ്പം നിന്നിട്ട് സഹകരിച്ചിരുന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്ന് കണ്ണ് നിറഞ്ഞിട്ട് ആ ഉമ്മ പറയണം, ദുആ ചെയ്യണം കേട്ടോ എന്നും പറഞ്ഞിട്ട്. എൻ്റെ പ്രിയമുള്ളവരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അതാണ് യഥാർത്ഥ ഭർത്താവ്. മനസ്സിലാക്കണം നമ്മൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ അങ്ങനെയായിരുന്നു. ഉമ്മയുടെ തണലുണ്ടായിരുന്നു ഖദീജ ബീവിയിൽ നിന്ന്, ഒരു ഭാര്യയുടെ തണലുണ്ടായിരുന്നു ഖദീജ ബീവിയിൽ നിന്ന്, ഒരു ജ്യേഷ്ഠത്തിയുടെ ഒരു പെങ്ങളുടെ, ഒരു സഹോദരിയുടെ തണലുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. എത്ര വലിയ പ്രയാസങ്ങൾ വന്നപ്പോഴും നബിയെ ചേർത്ത് പിടിച്ചത് ഖദീജ ബീവിയല്ലേ? ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അത്രയ്ക്കും വലിയ പ്രയാസങ്ങൾ ഭൂമിയിൽ ആർക്കെങ്കിലും റസൂലുള്ളാഹി അല്ലാതെ അത്രയ്ക്ക് പരീക്ഷണങ്ങൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ട് അല്ലാഹു തആല? ഈ പരീക്ഷണത്തിന്റെ കാലഘട്ടത്തിലൊക്കെ അവിടുന്ന് ചേർത്ത് പിടിച്ചത്, സന്തോഷങ്ങൾ പറഞ്ഞത്, സഹായിച്ചത്, മാനസികമായും ശാരീരികമായിട്ടും എല്ലാം അവിടുന്ന് ബന്ധപ്പെടുത്തിയത് ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഏറ്റവും വലിയ ആ ഒരു മഹിമയാണ്. മനസ്സിലാക്കണം നമ്മൾ. അങ്ങനെയാകാൻ നമുക്ക് കഴിയണം. അല്ലാഹു തആല ബോധം നൽകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വാപ്പന്മാരും ഉമ്മമാരും മനസ്സിലാക്കണം, നമ്മുടെ വീട്ടിലേക്ക് വരുന്ന നമ്മുടെ മകൻ്റെ ഭാര്യയാകാം, മകളുടെ ഭർത്താവാകാം, അത് നമ്മുടെയും മക്കളാണ് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. അവരുടെ വിഷമങ്ങൾ നമ്മുടെ വിഷമങ്ങളായിട്ടും, അവരുടെ സന്തോഷങ്ങൾ നമ്മുടെ സന്തോഷങ്ങളായിട്ടും കാണാൻ അത് നമുക്ക് കഴിയണം, മാതാപിതാക്കൾക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.